Hello everyone, welcome to Scholart Learning Solution. കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിലെ ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ്, ഓരോ യൂണിറ്റ് വൈസ് എങ്ങനെയാണ് നിങ്ങൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഇനി ലോങ് എസ്സേ അതായത് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എല്ലാ യൂണിറ്റ് വൈസിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലെ ബ്ലോക്ക് 1 കമ്പ്യൂട്ടർ സിസ്റ്റം ഫണ്ടമെന്റൽസ് ആണ് ബ്ലോക്ക് 1 വരുന്നത്. അതിൽ യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ് യൂണിറ്റ് 1. ഈ പേര് പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് ആൻഡ് ജനറൽ ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, നമുക്ക് സെക്ഷൻ എ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോർ ഫംഗ്ഷൻസ്. ഒരു കമ്പ്യൂട്ടർ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഒരു കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ള ഡെഫിനേഷനും അതിന്റെ കോർ ഫംഗ്ഷനോട് കൂടിയിട്ട് ഡിഫൈൻ ചെയ്യുക. വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കമ്പ്യൂട്ടർ എന്നല്ലേ. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഔട്ട് സോഴ്സിൽ നിന്നിട്ടുള്ള ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഒരു സ്പെസിഫിക് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് എന്ത് പറയുക, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അവിടെ അതിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അതിനെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ഹാർഡ്വെയർ ആയിട്ട് അതിന്റെ ഹാർഡ്വെയർ പാർട്ടോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ഡിഫൈൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ഓൺ ഇറ്റ്സ് കോർ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് കേട്ടോ. ദെൻ വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വാസ് ജോൺ വോൺ ന്യൂമൺസ് റെവല്യൂഷണറി കോൺട്രിബ്യൂഷൻ ടു കമ്പ്യൂട്ടർ എവല്യൂഷൻ. കമ്പ്യൂട്ടർ എവല്യൂഷൻ പറയല്ലോ, ഫസ്റ്റ് ജനറേഷൻ മുതൽ 5th ജനറേഷൻ വരെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ജോൺ വോൺ ന്യൂമൺസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, സ്റ്റോർഡ് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ്. 1945 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണൽ മെക്കാനിസം, ട്രഡീഷണൽ രീതിയായിട്ടുള്ള ENIAC പ്രോഗ്രാംസ് ഒക്കെ മാറ്റിയിട്ട് ഇത് വന്നതോടുകൂടി കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റി. അപ്പൊ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിന്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. എന്താണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ, എന്താണ് സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. ജനറൽ പർപ്പസ് എന്തായിരിക്കും, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടേഴ്സിനെയാണ് എന്ത് പറയാ, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് എന്ത് പറയാ, സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ എന്ത് പറയാം, സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് എന്ത് പറയാം, ജനറൽ പർപ്പസ് ആണെന്ന് പറയാം. അതേസമയം എന്തെങ്കിലും ഡിജിറ്റൽ വാച്ചസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫാക്ടറി റോബോട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറുകളെ നമുക്ക് എന്ത് പറയും, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് കോൺട്രാസ്റ്റ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി വിത്ത് എക്സാമ്പിൾസ്. വോളറ്റൈലും നോൺ വോളറ്റൈലും വരുന്നത് റാമിലും റോമിലും ആണ്. നമ്മുടെ മെമ്മറി യൂണിറ്റ് പഠിച്ച സമയത്ത് മെമ്മറി യൂണിറ്റിൽ വരുന്നതാണ് റാമും റോമും, റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് റാം വോളറ്റൈൽ മെമ്മറിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ റാം ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ്, പവർ ഓഫ് ആയി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റാസ് അതിൽ സേവ് ആവില്ല, അതെന്തായി പോയിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് ലോസ് ആയി പോയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയാ, വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ദെൻ റോം നമുക്ക് എന്ത് പറയാം, നോൺ വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറയാം. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈവൻ എന്തെങ്കിലും ഒരു പവർ ഓഫ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എന്തായി പോവില്ല, ലോസ് ആയി പോവില്ല. അതിനെ നമുക്ക് എന്ത് പറയാം, നോൺ വോളറ്റൈൽ എന്ന് പറയാം. റോം നോൺ വോളറ്റൈൽ ആണ് കേട്ടോ.